Hello. Hello all. Good evening. നമുക്ക് ഇന്നലത്തെ എക്സാമിന്റെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം എല്ലാവരും എഴുതിയിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം അല്ലോ? നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്ന് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. First question. Which of the following special symbol can be used in a C variable name? നമുക്കറിയാം സിയിൽ വേരിയബിൾ നെയിംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ഒന്നെങ്കിൽ ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ദെൻ സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ട് നമുക്ക് അണ്ടർസ്കോർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ സി അണ്ടർസ്കോർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. അറ്റ് എ ടൈം എ ഫംഗ്ഷൻ ക്യാൻ റിട്ടേൺ 1 വാല്യൂ 2 വാല്യൂ 3 വാല്യൂസ് ആൻഡ് മെനി വാല്യൂസ്. ഒരു ഫംഗ്ഷന് എത്ര വാല്യൂസ് അറ്റ് എ ടൈം റിട്ടേൺ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺ വാല്യൂ മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് നമ്മൾ റിട്ടേൺ ABC ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ റൈറ്റ് മോസ്റ്റ് എലമെന്റ് മാത്രമേ റിട്ടേൺ ആവുള്ളൂ. സോ ഒരു വാല്യൂ മാത്രമേ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. Then third question. What will be the output of the following C statement? ഒരു ഫംഗ്ഷൻ നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്, ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടർ str10 ഓഫ് ഹെലോ, str22 ഓഫ് ഹെലോ, രണ്ട് ക്യാരക്ടർ അറേയിലേക്ക് ഹെലോ എന്ന് പറഞ്ഞ വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. ഹെലോ എന്ന് പറഞ്ഞ രണ്ട് സ്ട്രിങ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ strcmp ഓഫ് str1, str2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കോഡ്. അതിന്റെ %d വാല്യൂ ആണ് പ്രിന്റ് ചെയ്ത് നോക്കുന്നത്. സോ നമ്മൾ strcmp രണ്ട് സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. സോ രണ്ട് സ്ട്രിങ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ strcmp റിട്ടേൺ ചെയ്യുക 0 ആയിരിക്കും. ഇൻ കേസ് ഈ ഫസ്റ്റ് സ്ട്രിങ്ങിലുള്ള ആ ഒരു സ്ട്രിങ്ങിന്റെ ആസ്കി വാല്യൂ സ്ട്രിങ് 2നെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യാം. ഇൻ കേസ് str1ലുള്ള ആ ഒരു സ്ട്രിങ്ങിന്റെ ആസ്കി വാല്യൂ ലെസർ ദാൻ str2 ആണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 0 ഉള്ള ഒരു വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യാം. സോ ഇവിടെ രണ്ട് സ്ട്രിങ്സും ഈക്വൽ ആണ്, ഹെലോ ഹെലോ. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? 0 ആയിരിക്കും റിട്ടേൺ ചെയ്യാം. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്പറേറ്റർ ഇസ് യൂസ്ഡ് ടു ആക്സസ് സ്ട്രക്ചർ എലമെന്റ്? നമ്മൾ ഒരു സ്ട്രക്ചറിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏത് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യാം? ഇവിടെ 4 ഓപ്പറേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഡോട്ട് ഓപ്പറേറ്റർ, ആംപർസാൻഡ് ഓപ്പറേറ്റർ, സ്റ്റാർ ഓപ്പറേറ്റർ ആൻഡ് നൺ ഓഫ് ദി അബവ്. നമുക്കറിയാം ആംപർസാൻഡ് എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. ദെൻ സ്റ്റാർ എന്ന് പറയുന്നത് പോയിന്റേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആണ്. ഡോട്ട് ഓപ്പറേറ്റർ ആണ് നമ്മൾ സ്ട്രക്ചർ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്. If there is any error while opening a file, fopen function returns. നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിയിൽ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് fopen ഫംഗ്ഷൻ.
സോ എഫ് ഓപ്പൺ ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ എന്തെങ്കിലും എറർ ഉണ്ട്. അങ്ങനത്തെ കേസിലാണെങ്കിൽ നൾ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യാം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദി റിസൾട്ട് ഓഫ് ദി ഫോളോയിങ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ? നമുക്കൊരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? സോ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ എങ്ങനെ ചെയ്യാം? നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എക്സ്പ്രഷന് നമ്മൾ എന്താ ചെയ്യുക? ഒരു സ്റ്റാക്ക് എടുക്കും. സോ ഫസ്റ്റ് എലമെന്റ് ഒരു ഓപ്പറന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. നെക്സ്റ്റ് എലമെന്റ് എന്ത് ചെയ്യും? അതും ഒരു ഓപ്പറന്റ് ആണ്. സോ അതിനെ നമ്മൾ പുഷ് ചെയ്യും. ദെൻ അടുത്ത എലമെന്റ് എടുക്കും. അടുത്ത എലമെന്റ് ഒരു ഓപ്പറന്റ് ആണ്. സോ അതിനെയും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ദെൻ നമ്മൾ എപ്പോഴാണോ ഒരു ഓപ്പറേറ്റർ കാണുന്നത്, ആ ഓപ്പറേറ്റർ കിട്ടുമ്പോൾ നമ്മൾ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സിനെ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തിട്ട് അതിനെ രണ്ടിനെ ഇവാലുവേറ്റ് ചെയ്യും. സോ ഇവിടെ എന്താണ്? സ്റ്റാർ ഓപ്പറേറ്റർ ആണ് വന്നിരിക്കുന്നത്. സ്റ്റാക്കിലെ രണ്ട് ടോപ്പ് മോസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 4ഉം 3ഉം ആണ്. അതിനെ പുറത്തെടുത്തിട്ട് നമ്മൾ 4 × 3 പെർഫോം ചെയ്യും. ഇറ്റ്സ് ഈക്വൽ ടു 12. എന്നിട്ട് 12നെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അതിനുശേഷം പിന്നെയും ഇതേ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ സ്റ്റാക്കിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 5, 12, അടുത്തത് 6 ആണ് വരുന്നത്. 6 ഒരു ഓപ്പറേറ്റന്റ് ആയതുകൊണ്ട് നമ്മൾ 6നെയും ഈ ഒരു സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അടുത്തത് സ്ലാഷ് ഓപ്പറേറ്റർ ആണ്. സോ സ്റ്റാക്കിന്റെ മുകളിലിരിക്കുന്ന രണ്ട് എലമെന്റ്സിനെ നമ്മൾ പുറത്തെടുക്കും. എന്നിട്ട് സെക്കൻഡ് എലമെന്റ് ഓപ്പറേറ്റർ, ദെൻ ഫസ്റ്റ് എലമെന്റ്, ഇങ്ങനെ ആയിരിക്കും നമ്മൾ പെർഫോം ചെയ്യാം. സോ സെക്കൻഡ് എലമെന്റ് ഏതാണ്? 12/6. അത് പെർഫോം ചെയ്ത് നമുക്ക് 2 ആണ് ആൻസർ കിട്ടുക. സോ ആ 2നെ കൂടി നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഇനി എന്താണ്? അടുത്തത് പ്ലസ് ഓപ്പറേറ്റർ ആണ്. പ്ലസ് ഓപ്പറേറ്റർ വരുമ്പോൾ സ്റ്റാക്കിലുള്ള ടോപ്പിലുള്ള രണ്ട് എലമെന്റ്സ്, ദാറ്റ് ഈസ് 2 and 5. 2ഉം 5ഉം പുറത്തെടുത്തിട്ട് 2 + 5 പെർഫോം ചെയ്തിട്ട് 7. ഇതായിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ. ഇപ്പൊ നമ്മളെ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആയി. സോ 7 ആണ് ആൻസർ. ഓപ്ഷൻ എ 7 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ക്യൂ ഡേറ്റ സ്ട്രക്ചർ ന്യൂ എലമെന്റ് ഈസ് ഇൻസേർട്ടഡ് അറ്റ്. ഒരു ക്യൂ ഡേറ്റ സ്ട്രക്ചർ ഉണ്ട്, അതിനകത്ത് പുതിയ എലമെന്റ്സ് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെയർ എൻഡിൽ ഇൻസേർഷനും അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡിൽ നിന്ന് ഡിലീഷനും. സോ ഇൻസേർഷൻ നടക്കുന്നത് റെയർ എൻഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ വൺ വേ ലിസ്റ്റ്? ഇതിൽ ഏതാണ് വൺ വേ ലിസ്റ്റ് ആയിട്ടുള്ളത്? ഇവിടെ 4 ലിസ്റ്റ് തന്നിട്ടുണ്ട്. സിംഗിൾ ലിങ്ക് ലിസ്റ്റ്, ഡബിൾ ലിങ്ക് ലിസ്റ്റ്, ബോത്ത് എ ആൻഡ് ബി ആൻഡ് നൺ ഓഫ് ദി അബവ്. ഇതിൽ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആണ് ആൻസർ. അതിൽ മാത്രമേ വൺ വേ ലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസേർഷനും ഡിലീഷനും രണ്ട് എൻഡിൽ നിന്നും നമുക്ക് നടത്താൻ പറ്റും. സോറി, ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയാണ് എലമെന്റ്സ് വരുന്നത്. നമുക്ക് മുന്നിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത്, ഇൻ എ ട്രീ എ നോഡ് വിച്ച് ഡസ് നോട്ട് ഹാവ് എനി ചൈൽഡ് ഇസ് കോൾഡ്. ഒരു ട്രീ ഉണ്ട്, അതിൽ ചൈൽഡ് ഇല്ലാത്ത നോഡിന് ഇൻ എ ട്രീ വിച്ച് ഡസ് നോട്ട് ഹാവ് എനി ചൈൽഡ്. നമുക്കൊരു ട്രീ വരക്കാം. ഈ ട്രീയിൽ ഈ എലമെന്റിനാണെങ്കിൽ, ഈ എ എന്ന് എഴുതിയ നോഡിനാണെങ്കിലും ദെൻ ബി എന്ന് പറഞ്ഞ നോഡിനാണെങ്കിലും ഇവിടെ ചൈൽഡ് ഉണ്ട്. ദെൻ സി എന്താണ്? സി നോഡിന് ചൈൽഡ് ഒന്നുമില്ല. സോ ഇതിന് എന്താ പറയാ? ലീഫ് നോഡ് എന്നാ പറയാ. അതുപോലെ ബിയുടെ രണ്ട് ചൈൽഡും അതും എന്താണ്? ലീഫ് നോഡാണ്. അതിന് പിന്നെ ചൈൽഡ് ഒന്നും ഇല്ല. ദെൻ സിബ്ലിംഗ് നോഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ബിയും സിയും സിബ്ലിംഗ് നോഡാണ്. ദാറ്റ് ഇസ് സിംഗിൾ, ഒരു പാരന്റിന്റെ രണ്ട് ചൈൽഡിനെയാണ് നമ്മൾ സിബ്ലിംഗ് നോഡ് എന്ന് പറയും. അടുത്തത്, which data structure is used for backtracking in DFS? DFS ട്രാവേഴ്സലിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ DFSൽ ട്രാവേഴ്സലും ബാക്ക് ട്രാക്കിങ്ങും എല്ലാം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദി ഡിഫോൾട്ട് വിസിബിലിറ്റി ലേബൽ ഓഫ് എ ക്ലാസ് ഇൻ C++. C++ലെ വിസിബിലിറ്റി ലേബൽ, അതിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള വിസിബിലിറ്റി ലേബൽ ഏതാണ്? പ്രൈവറ്റ് ആയിരിക്കും. നമ്മൾ ഏത് ക്ലാസ് ഇനിഷ്യലൈസ് ചെയ്താലും അത് ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് ആയിട്ടായിരിക്കും ഇനിഷ്യലൈസ് ആവുക. ദെൻ നമ്മൾ പബ്ലിക് ആയിട്ട് മെൻഷൻ ചെയ്താൽ മാത്രമേ ആ ക്ലാസ് പബ്ലിക് വിസിബിലിറ്റി ആയിട്ട് വരുള്ളൂ. സോ പ്രൈവറ്റ് ആണ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്പറേറ്റർ ദാറ്റ് കനോട്ട് ബി ഓവർലോഡഡ്? ഇതിൽ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റാത്ത ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് എന്താണ് മെയിനായിട്ട് കുറെ ഓപ്പറേറ്റേഴ്സും ഓവർലോഡ് ചെയ്യാൻ പറ്റും മെയിനായിട്ട്. ദെൻ ഇതിൽ
ഓവർലോഡ് ചെയ്യാൻ പറ്റാത്ത ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒന്ന് ടെർണറി ഓപ്പറേറ്റർ, ദെൻ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ദെൻ സൈസ് ഓഫ് ഓപ്പറേറ്റർ, ദെൻ ഡോട്ട് ഓപ്പറേറ്റർ. ഇതിനെ ഒന്നും നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റൂല. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ടെർണറി ഓപ്പറേറ്റർ ആണുള്ളത്, അതിനെ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ് വൺ, എ ഡിറൈവ്ഡ് ക്ലാസ് വിത്ത് സെവറൽ ബേസ് ക്ലാസ് ഈസ് കോൾഡ് സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. നമുക്ക് 4 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഒരു ഡിറൈവ്ഡ് ക്ലാസ് വിത്ത് സെവറൽ ബേസ് ക്ലാസ്സസ്? സെവറൽ ബേസ് ക്ലാസ്സസും ഉണ്ട്. ഇങ്ങനെ വരുന്നത് എന്താണ്, മോർ ദാൻ 1 ബേസ് ക്ലാസ് ഉണ്ട്, അതിൽ നിന്ന് എല്ലാത്തിനും കൂടി ഒരു ഡിറൈവ്ഡ് ക്ലാസ്. ഈ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിന് നമ്മൾ എന്താ പറയാ? ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ദെൻ സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ബേസ് ക്ലാസ്സും ഉണ്ടാവും, അതിനൊരു ഡിറൈവ്ഡ് ക്ലാസ്സും ഉണ്ടാവും. ദെൻ മൾട്ടി ലെവൽ ആണെന്നുണ്ടെങ്കിലോ ഒരു ബേസ് ക്ലാസ്, അതിനൊരു ഡിറൈവ്ഡ് ക്ലാസ്, ആ ഡിറൈവ്ഡ് ക്ലാസ്സിന് പിന്നെ വേറെ ഒരു ഡിറൈവ്ഡ് ക്ലാസ്. ഇങ്ങനെ ആയിരിക്കും വരിക. ദെൻ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആണെങ്കിലോ, ഹൈറാർക്കിക്കൽ മീൻസ് ഒരു പാരന്റ് ഉണ്ടാവും, ഒരു ബേസ് ക്ലാസ്, അതിന് ഡിറൈവ്ഡ് ക്ലാസ്സസ്, അതുപോലെ ഈ ഡിറൈവ്ഡ് ക്ലാസ്സിന് പിന്നെയും ഡിറൈവ്ഡ് ക്ലാസ്സസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ് ആൻസർ തന്നിരിക്കുന്നത്. അടുത്തത്, ഇൻ C++ റൺ ടൈം പോളിമോർഫിസം ഈസ് അച്ചീവ്ഡ് യൂസിങ്. നമുക്ക് C++നകത്ത് റൺ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെർച്വൽ ഫംഗ്ഷൻസ് ആയിരിക്കും യൂസ് ചെയ്യാം. ദെൻ ഓപ്പറേറ്റർ ഓവർലോഡിങ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കമ്പൈൽ ടൈം പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ മെനി ടൈപ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് ആർ ഇൻ C++? C++നകത്ത് എത്ര ടൈപ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് ഉണ്ട്? നമുക്ക് മെയിൻലി 2 ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സ് ആണ് ഉള്ളത്. വൺ ഇസ് ഫംഗ്ഷൻ ടെംപ്ലേറ്റ് ആൻഡ് അതർ ഇസ് ക്ലാസ്. നമുക്ക് ഒരു ഫംഗ്ഷനെ വേണമെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ആക്കി മാറ്റാം. ദാറ്റ് ഇസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കുക, എന്നിട്ട് ഒരു സം ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സം എന്ന് പറയുന്ന ഫംഗ്ഷന് നമുക്ക് ഇൻഡിജർ ആഡ് ചെയ്യാനും അതുപോലെ ഫ്ലോട്ട് ആഡ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ടും നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലാസ്സിനെ നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ജാവ കമ്പൈലർ ട്രാൻസ്ലേറ്റ്സ് സോഴ്സ് കോഡ് ഇൻ ടു. ജാവയുടെ കമ്പൈലർ സോഴ്സ് കോഡിനെ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഓബ്ജക്ട് കോഡ് ആയിട്ടാണോ, ബൈറ്റ് കോഡ് ആയിട്ടാണോ, മെഷീൻ കോഡ് ആയിട്ടാണോ, ആൻഡ് നൺ ഓഫ് ദീസ്. ഓപ്ഷൻ ബി ബൈറ്റ് കോഡ് ആണ് കറക്റ്റ് ആൻസർ. ജാവ, പൈത്തൺ, അതുപോലെ C# ഇതിന്റെ എല്ലാം കമ്പൈലർ സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡ് ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോ ലെവൽ ലാംഗ്വേജിന്റെയും അതുപോലെ ഹൈ ലെവലിന്റെ ഇടയിൽ ഇരിക്കുന്ന ഒരു കോഡാണ്. ദെൻ പിന്നെ നമ്മൾ ഇന്റർപ്രിറ്റർ യൂസ് ചെയ്തിട്ട് ഇതിനെ പിന്നെയും ഇന്റർപ്രിറ്റ് ചെയ്യും. അങ്ങനെ ആയിരിക്കും മെഷീൻ ലെവൽ ആക്കിയിട്ട് മാറ്റുന്നത്. സോ ജാവയുടെ കമ്പൈലർ ബൈറ്റ് കോഡ് ആക്കിയിട്ടാണ് സോഴ്സ് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. Which of the following keyword is used to define interfaces in Java? ഇന്റർഫേസസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഏത് കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻ ജാവ? സോ ജാവയിലെ ഇന്റർഫേസ് കീവേഡ് എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ സി. ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആണ്, ക്യാപിറ്റൽ അല്ല. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, AWT ഇൻ ജാവ സ്റ്റാൻഡ്സ് ഫോർ. ജാവയിലെ AWT എന്ന് പറയുന്നത് എന്താണ്? അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്. അടുത്തത്, which of the following is the basic class for all Swing GUI components? എല്ലാ സ്വിംഗ് GUI കമ്പണൻസിന്റെയും ബേസിക് ക്ലാസ് എന്ന് പറയുന്നത് കമ്പോണന്റ് ആണ്. സ്വിംഗ് GUI എന്ന് പറയുന്നത് AWT പോലത്തെ ഒരു സംഭവം തന്നെയാണ്. ദെൻ അതിന്റെ ക്ലാസ് എന്ന് പറയുന്നത് കമ്പോണന്റ് ആണ്. ദെൻ ഒറാക്കിൾ കോൾ ഇന്റർഫേസ് ഇസ് എ OCI എന്ന് പറയുന്നത് ടൈപ്പ് 2 JDBC ഡ്രൈവർ ആണ്. Next question, which are the properties of transaction in database? ഡേറ്റാബേസിൽ ട്രാൻസാക്ഷന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഡേറ്റാബേസിൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ പ്രോപ്പർട്ടീസ് ആസിഡ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഇവിടെ ഡ്യൂറബിലിറ്റി തന്നിട്ടില്ല, അതിന് പകരം കൺകറൻസി ആണ് തന്നിരിക്കുന്നത്. സോ 1, 2 and 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, അനദർ നെയിം ഓഫ് ടപ്പിൾ. ടപ്പിളിന്റെ വേറൊരു പേര് റെക്കോർഡ്, ഫീൽഡ്, ഫയൽ ആൻഡ് റിലേഷൻ. നമുക്ക് ടപ്പിളിന്റെ വേറൊരു പേരാ ചോദിച്ചിരിക്കുന്നത്. ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ റെക്കോർഡ്. നെക്സ്റ്റ് വൺ,
In an ER diagram, symbol used for an attribute is, നമ്മൾ ആട്രിബ്യൂട്ട്സിനെ എങ്ങനെ ER ഡയഗ്രത്തിൽ സിമ്പിൾ ഏത് സിമ്പിളാണ് യൂസ് ചെയ്യുക? ആട്രിബ്യൂട്ട്സ് എലിപ്സിലായിരിക്കും നമ്മൾ വരക്കുക. ദെൻ റെക്ടാങ്കിളിനകത്ത് ഒരു എൻറ്റിറ്റി ആയിരിക്കും വരക്കുക. അതുപോലെ ഡബിൾ റെക്ടാങ്കിൾ ആണെങ്കിൽ വീക്ക് എൻറ്റിറ്റി ആൻഡ് ഡയമണ്ടിനകത്ത് റിലേഷൻഷിപ്സ്. സോ ഇവിടെ ഓപ്ഷൻ ബി എലിപ്സ് ആണ് കറക്റ്റ് ആൻസർ. In three-tier architecture, query processing languages resides in. Three-tier architecture ആണെങ്കിൽ അതിൽ query processing languages എന്ന് പറയുന്നത് ഡേറ്റാബേസ് ടയറിനകത്തായിരിക്കും ഉണ്ടാവുക. Next question. Suppose you are assigned with the task of removing all data in a table student without deleting the table definition. Which statement is used? നമുക്ക് ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഉണ്ട്. അതിനകത്ത് ടേബിള് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട, അതിന് പകരം അതിനകത്തിരിക്കുന്ന ഡേറ്റ മുഴുവനും നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിൽ ഏത് കമാൻഡ് ആയിരിക്കും യൂസ് ചെയ്യാം? ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ടേബിള് മൊത്തത്തിൽ ഡ്രോപ്പ് ആയിപ്പോ, ടേബിളെ ഡിലീറ്റ് ആയിപ്പോ. ദെൻ അടുത്ത എന്താണ്? ട്രങ്കേറ്റ് ടേബിൾ സ്റ്റുഡന്റ്. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. എന്താണ് ഇവിടെ ആ ഒരു ടേബിൾ ഡിലീറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ടേബിളിനകത്തുള്ള ഫുൾ ഡേറ്റയും നമ്മൾ ഡിലീറ്റ് ചെയ്യും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question. A stored program needs to be invoked automatically before a new record is inserted into a table. Then which of the following is more correct? നമുക്ക് ഒരു പുതിയ റെക്കോർഡിനെ ഒരു ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു സ്റ്റോർഡ് പ്രോഗ്രാമിനെ ഇൻവോക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യാം? ദെൻ ട്രിഗർ ആണ് ചെയ്യുന്നത്. ട്രിഗർ എന്ന് പറഞ്ഞാൽ സ്റ്റോർഡ് പ്രൊസീജിയർ ആണ്. ദാറ്റ് ഓട്ടോമാറ്റിക്കലി ഇൻവോക്സ് വെനെവർ എ സ്പെഷ്യൽ ഇവന്റ് ഇൻ ഡേറ്റാബേസ് ഒക്കെ. സോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇവന്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിഗേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്? ഒരു സ്റ്റോർഡ് പ്രോഗ്രാമിനെയാണ് നമുക്ക് ഇൻവോക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഡിഫൈൻ എ റോ ലെവൽ ട്രിഗർ ആയിരിക്കും യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A telephone company wishes to give an offer validity extension of 10 more days for all customers with a plan 197. Then which of the query is more correct? നമുക്ക് ഒരു ടെലിഫോൺ കമ്പനിക്ക് കുറെ ആൾക്കാർക്ക് ഒരു പ്ലാൻ 197 ഉണ്ട്. അവർക്ക് 10 ദിവസത്തെ എക്സ്റ്റൻഷൻ കൂടി വാലിഡിറ്റി പീരീഡിൽ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതിൽ ഏത് ക്വറി ആയിരിക്കും യൂസ് ചെയ്യാം? സോ എന്താ ചെയ്യുക? ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് ആണ്, അവർക്ക് വാലിഡിറ്റി പീരീഡ് ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് 10 ഡേയ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. സോ എന്താ ചെയ്യേണ്ടത്? അപ്ഡേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ നമുക്ക് എന്താണ്? ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് ആണ്, അപ്പൊ അവർക്ക് വാലിഡിറ്റി പീരീഡ് എല്ലാം ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് 10 ദിവസം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. സോ അപ്ഡേറ്റ് കസ്റ്റമേഴ്സ് സെറ്റ് വാലിഡിറ്റി പീരീഡ് ഈക്വൽ ടു വാലിഡിറ്റി പീരീഡ് പ്ലസ് 10 where plan is equal to plan 197. Next question. Normalization is a method to remove which of the following anomaly? നമ്മൾ നോർമലൈസേഷൻ യൂസ് ചെയ്തിട്ട് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് അനോമലി ആണ് റിമൂവ് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻ ഇൻസർട്ട് അനോമലി, ഡിലീഷൻ അനോമലി, അപ്ഡേറ്റ് അനോമലി ആൻഡ് ഓൾ ഓഫ് ദി അബവ്. ഇതിൽ എല്ലാ ടൈപ്പ് ഓഫ് അനോമലീസും നമുക്ക് നോർമലൈസേഷൻ യൂസ് ചെയ്താൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ DDL സ്റ്റേറ്റ്മെന്റ്? ഇതിൽ ഏതാണ് DDL സ്റ്റേറ്റ്മെന്റ്സ്? നമുക്കറിയാം DDL സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ ഏതൊക്കെയാ? ക്രിയേറ്റ്, then drop, alter and truncate. സോ ഇവിടെ നമുക്ക് ഏതാ തന്നിരിക്കുന്നത്? ഓൾട്ടർ ഇവിടെ ഉണ്ട്. സോ ഓൾട്ടർ ആണ് കറക്റ്റ് ആൻസർ. ദെൻ DML സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിലോ? DML എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട്, ഡിലീറ്റ് ആൻഡ് അപ്ഡേറ്റ്. ഇതൊക്കെയാണ് DML സ്റ്റേറ്റ്മെന്റ്സ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന DDL സ്റ്റേറ്റ്മെന്റ് ആണ്. DDL ഓൾട്ടർ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഓൾട്ടർ ആണ് കറക്റ്റ് ആൻസർ. Next question. Shared memory, shared disk, shared nothing are the three main architectures that have been proposed for. Shared memory, shared disk, shared nothing. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പാരലൽ ഡേറ്റാബേസസിന് വേണ്ടിയിട്ടാണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. Next one of the following is not true in case of CMS. CMS എന്ന് പറഞ്ഞാൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. സോ കണ്ടന്റ് മാനേജ്മെന്റിൽ നമുക്ക് ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത്? Allow users to place content on a website, allows website content to be accessible in a single machine only,
allow user to control, manage and structure the content in real time, and allow user to do updates, deletions and alterations of web content. ഇവിടെ ഓപ്ഷൻ ബി ആണ് നോട്ട് ട്രൂ ആയിട്ടുള്ളത്. എന്താണ്? വെബ്സൈറ്റ് കണ്ടന്റിനെ ഒരാൾക്ക് മാത്രമായിട്ട് ഒരു മെഷീന് മാത്രമായിട്ട് ആക്സസിബിൾ ആക്കുന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, identify correct CSS rule to set all P elements on the page center aligned and with a red text color. നമുക്ക് എല്ലാ പി എലമെന്റ്സിനെയും സെന്റർ അലൈൻഡ് ആക്കണം, അതുപോലെ തന്നെ ടെക്സ്റ്റ് കളറിനെ റെഡും ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇതിൽ ഏത് CSS റൂൾ ആണ് യൂസ് ചെയ്യുന്നത്? സോ ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ എന്താണ്? ഫസ്റ്റ് പി എലമെന്റ് ആണ്. ദെൻ ടെക്സ്റ്റ് അലൈൻ എന്താക്കണം? സെന്റർ ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സിന്റാക്സ് എന്ന് പറയുന്നത് എന്താ? ടെക്സ്റ്റ് അലൈൻ കോളൻ സെന്റർ സെമികോളൻ. ദെൻ കളർ ടെക്സ്റ്റ് കളർ റെഡ് ആക്കണം. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതേ സെയിം ഓപ്ഷൻ തന്നെയാണ് ഇവിടെ സീലും തന്നിരിക്കുന്നത്. സീൽ എന്താണ്? റെഡ് കഴിഞ്ഞിട്ട് ഒരു സെമിക്കോളൻ ഇല്ല. സോ റെഡ് കഴിഞ്ഞിട്ട് നമുക്ക് സെമിക്കോളൻ ഉണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദി കറക്റ്റ് സിന്റാക്സ് ടു കോൾ an external JavaScript file in the current HTML document? നമുക്ക് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏത് സിന്റാക്സ് ആയിരിക്കും യൂസ് ചെയ്യുക? എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? സ്ക്രിപ്റ്റ് ടാഗ്, അതിന്റെ കൂടെ SRC കൂടി യൂസ് ചെയ്യും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സ്ക്രിപ്റ്റ് ടാഗ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് SRCയിൽ നമ്മൾ ലിങ്ക് പറഞ്ഞു കൊടുക്കും. ഇതായിരിക്കും എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള HTML ഡോക്യുമെന്റിന്റെ കമാൻഡ്. So next one, statement which is wrong about HTML DOM, document object model. ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡലിനെ കുറിച്ച് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്? W3 സ്റ്റാൻഡേർഡ് ആണ്. W3C ദാറ്റ് ഇസ് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് ഫോർ ആക്സസിംഗ് ഡോക്യുമെന്റ്സ് കൺസ്ട്രക്റ്റഡ് ആസ് എ ലിങ്ക് ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് വെൻ എ പേജ് ഇസ് ലോഡഡ് ദി ബ്രൗസർ ക്രിയേറ്റ്സ് എ DOM ഓഫ് ദി പേജ്. HTML DOM എന്ന് പറയുന്നത് എന്താണ്? HTMLന്റെയും XMLന്റെയും എല്ലാം പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയുന്നത്. സോ ഇതിൽ ഓപ്ഷൻ ബി ആണ് റോങ്. സോറി, ഓപ്ഷൻ സി ആണ് റോങ്. ഇതൊരു ലിങ്ക് ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് ആയിട്ടല്ല കൺസ്ട്രക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, റൈറ്റ് ഫംഗ്ഷൻ ടു ഡിലീറ്റ് എ കുക്കി നെയിംഡ് യൂസർ. നമുക്കൊരു കുക്കി ഉണ്ട് യൂസർ എന്ന് പറഞ്ഞിട്ട്, അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? സെറ്റ് കുക്കി ഫംഗ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. അതിൽ ടൈമർ എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞു പോയ ഏതെങ്കിലും ടൈം ആയിരിക്കും കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് കുക്കി ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ടൈം നോക്കിയാൽ ഇത് ഓൾറെഡി കഴിഞ്ഞു പോയ ടൈമാണ്. സോ ആ ഒരു കുക്കീനെ ഡിലീറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് സെറ്റ് കുക്കി യൂസർ ആണ് ഈ കുക്കി നെയിം. ദെൻ ടൈം -3600 ആണ്. സോ ഓൾറെഡി കഴിഞ്ഞ സമയമാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ യൂസർ എന്ന് പറഞ്ഞ കുക്കീനെ ഡിലീറ്റ് ചെയ്യും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Which of the following is not an example for container tag? ഇതിൽ കണ്ടെയ്നർ ടാഗിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ടാവും? എൻ ടാഗും ഉണ്ടാവും, അതുപോലെ ഓപ്പണിംഗ് ടാഗും ഉണ്ടാവും, അതുപോലെ എൻഡ് ടാഗും ഉണ്ടാവും HTML. സോ സോറി, ഇതിലേതാണ്? ഇമേജിനാണ് എൻഡ് ടാഗ് ഇല്ലാത്തത്. ദെൻ കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിലും കണ്ടെയ്ൻ ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ വേറെ ടാഗ്സും വരാം. ദെൻ ഓപ്പണിംഗ് പ്രൈസ് ടാഗും അതുപോലെ എൻഡ് ടാഗും ഉള്ള ടൈപ്പ് ഓഫ് ടാഗ്സിനെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയും. ഇവിടെ IMGക്കാണ് എൻഡ് ടാഗ് ഇല്ലാത്തത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ കമ്മ്യൂണിക്കേഷൻസ് ബിറ്റ്വീൻ ബ്രൗസേഴ്സ് ആൻഡ് സെർവേഴ്സ് യൂസ് ഡാഷ് പ്രോട്ടോകോൾ. ബ്രൗസറിന്റെയും സെർവറിന്റെ ഇടയിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും എന്താണ്? HTTP പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ സെൻഡ് ഫ്രം എ ഫോം വിത്ത് ദിസ് മെത്തേഡ് ഇസ് ഇൻവിസിബിൾ ടു അതേഴ്സ് ആൻഡ് ഹാസ് നോ ലിമിറ്റ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ടു സെൻഡ്. ഒരു ഫോം യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനുള്ള കുറെ മെത്തേഡ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ അത് നമ്മൾ എന്താണോ സെൻഡ് ചെയ്യുന്നത് അത് ഇൻവിസിബിൾ ആയിരിക്കും. ഏതാണ്? പോസ്റ്റ്. സോ നമ്മൾ പോസ്റ്റ് വെച്ചിട്ടാണ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ആ ഒരു എന്താണോ നമ്മൾ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ അത് യൂസേഴ്സിന് കാണാൻ പറ്റില്ല. ദെൻ ഗെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം വിസിബിൾ ആയിരിക്കും. Next one, in PHP, which type of array can be used to assign register number to name of student?
നെയിം ഓഫ് സ്റ്റുഡൻസിന് രജിസ്റ്റർ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PHP ഏത് ടൈപ്പ് ഓഫ് അറേ ആണ് യൂസ് ചെയ്യുക? ന്യൂമറിക് അറേ, മൾട്ടി ഡയമെൻഷണൽ അറേ, അസോസിയേറ്റീവ് അറേ ആൻഡ് ഓൾ ഓഫ് ദീസ്. ഇവിടെ ഓപ്ഷൻ സി അസോസിയേറ്റീവ് അറേ ആണ് കറക്റ്റ് ആൻസർ. അസോസിയേറ്റീവ് അറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേരിയബിൾ കൊടുക്കും. വേരിയബിൾ നെയിം ഇസ് ഈക്വൽ ടു അറേ ഓഫ് ഒരു നെയിം, എന്തെങ്കിലും പീറ്റർ, ദെൻ ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുക, അയാളുടെ രജിസ്റ്റർ നമ്പർ. ഇങ്ങനെയായിരിക്കും നമ്മൾ അസോസിയേറ്റീവ് അറേ യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പേര് കൊടുക്കാം, ദെൻ അയാളുടെ രജിസ്റ്റർ നമ്പർ. ഇതായിരിക്കും അസോസിയേറ്റീവ് അറേയുടെ സിൻടാക്സ്. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്താണ് ഒരു നെയിമിന്റെ കൂടെ രജിസ്റ്റർ നമ്പർ അസൈൻ ചെയ്യുക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻ ദി HTML input tag which type attribute is set in order to accept single line text input but it masks the character as soon as a user enters it. എന്താണ്, നമ്മൾ ഒരു സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് ആണ്, പക്ഷെ നമ്മൾ ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? മാസ്ക് ചെയ്യുന്നുണ്ട്. എന്താണ്, നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സ്റ്റാർ ആണ് വരുന്നത്, നമുക്ക് അത് കാണാൻ പറ്റുന്നില്ല, അത് മാസ്ക് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Next question, which fundamental component of Android is used to receive the notification to the user when battery is low? നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? വ്യൂ, ഇന്റന്റ്, ആക്ടിവിറ്റി, ബ്രോഡ്കാസ്റ്റ് റിസീവർ. നമുക്ക് ബാറ്ററി ലോ ആവുമ്പോൾ നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ട് ഇതിൽ ഏത് കമ്പോണന്റാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ബ്രോഡ്കാസ്റ്റ് റിസീവർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, Dalvik virtual machine is a part of dash section in the architecture of Android operating system. Android operating systemത്തിന്റെ ഏത് പാർട്ടിലാണ് Dalvik virtual machine ഉള്ളത്? ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്, ലിനക്സ് കർണൽ, ആൻഡ്രോയിഡ് റൺ ടൈം, ദെൻ ലൈബ്രറീസ്. ഇതിൽ ആൻഡ്രോയിഡ് റൺ ടൈമിലാണ് DVM ഇരിക്കുന്നത്. അടുത്തത്, which Android SQLite Java class is used to provide access to the results of a database query? SQLite database, SQLite open helper and content values and cursor. Cursor ആണ് correct answer. Next one, in which directory Android manifest.xml layout files are stored? ഈ ഒരു ഫയൽ ഇതിനകത്ത് ഏത് ഡയറക്ടറിക്കകത്താണ് ഉണ്ടാവുക? assets, src, arious bar values, arious bar layout. ഇതിനകത്തായിരിക്കും, ലേഔട്ടിനകത്താണ് ആൻഡ്രോയിഡ് manifest.xml ഇരിക്കുന്നത്. Next one, which of the following converts Java bytecode into Dalvik bytecode? Java bytecode-നെ Dalvik bytecode ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇതിൽ ഏതാണ്? Dalvik converter, Dex compiler, mobile interpretive compiler and Java virtual machine. ഇതിൽ Dex compiler ആണ് Java bytecode-നെ Dalvik bytecode ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. Next one, which method is used to launch a new activity or get an existing activity to do something new? Context.start activity function, context.start service function, context.send broadcast function and all of the above. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, context.start activity function. Next one, you can create a custom view by extending class. ഏത് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് കസ്റ്റം വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്? Android.widget view, Android.widget.linear layout, Android.view.view and Android.content. Option C, Android.view.view ആണ് correct answer. Next question, write a code to send SMS to another AVD with number 9946671122. നമുക്ക് വേറൊരു AVD ഇരിക്കുന്ന നമ്പറിലേക്ക് SMS ചെയ്യണം. അതിനുള്ള കോഡ് ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. SMS manager SMS is equal to SMS manager.get default, then SMS.send text message of നമ്പർ കൊടുക്കുക, null have a nice day, അതാണ് നമ്മളെ മെസ്സേജ്, then null. Next question, what type of CSS is the following code snippet? നമുക്കൊരു following code snippet തന്നിട്ടുണ്ട്. ഇത് എന്ത് ടൈപ്പ് ഓഫ് CSS കോഡാണ്? ഇൻലൈൻ ആണോ, ഇന്റേണൽ ആണോ ആൻഡ് എക്സ്റ്റേണൽ ആണോ? ഇൻലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ബൈ യൂസിങ് സ്റ്റൈൽ ആട്രിബ്യൂട്ട് ഇൻസൈഡ് ആൻ HTML എലമെന്റ്. ഒരു HTML എലമെന്റിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. ഇവിടെ നമുക്കൊരു HTML എലമെന്റ് H1 തന്നിട്ടുണ്ട്, അതിനുള്ളിലാണ് നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻലൈൻ. ദെൻ ഇന്റേണൽ ആണെന്നുണ്ടെങ്കിൽ ഹെഡ് സെക്ഷൻ്റെ അകത്തായിരിക്കും നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക.
ആൻഡ് എക്സ്റ്റേണൽ ആണെന്നുണ്ടെങ്കിലോ ലിങ്ക് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലിങ്ക് ചെയ്യാം, CSSനെ ലിങ്ക് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്, ഒരു ആട്രിബ്യൂട്ടിനകത്താണ്, HTML ആട്രിബ്യൂട്ടിനകത്താണ് സ്റ്റൈല്, HTML എലമെന്റിനകത്താണ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻലൈൻ. വാട്ട് ഈസ് ട്രൂ അബൌട്ട് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്? കണ്ടന്റ് പ്രൊവൈഡേഴ്സിൽ എന്താണ് ട്രൂ ആയിരിക്കുന്നത്? They dictate the UI and handle the user interaction to the small font screen. They handle background processing associated with an application. They handle communication between Android OS and applications. They handle data and database management issues. So content providers എന്ന് പറയുന്നത് എന്താണ്, ഡേറ്റയും ഡേറ്റാബേസ് മാനേജ്മെന്റ് ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യുന്ന വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, convert the hexadecimal number B65F16 to its equivalent decimal value. നമുക്കൊരു ഹെക്സാഡെസിമൽ വാല്യൂ തന്നിട്ടുണ്ട്, അതിനെ ഡെസിമൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഫസ്റ്റ് നമ്പർ ഇൻറ്റു 16 പ്ലസ് 6 ഇൻറ്റു 16 പ്ലസ് 5 ഇൻറ്റു 16 പ്ലസ് F ഇൻറ്റു 16. ദെൻ LSB ബിറ്റുന്ന 0, 1, 2 ആൻഡ് 3. 16ന്റെ പവേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. സോ ഇത് ഈ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 46,687 ആയിരിക്കും കിട്ടുക. അതാണ് അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ദി ബൂളിയൻ എക്സ്പ്രഷൻ x bar yz plus xz to a minimum number of literals. നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷനെ മിനിമൈസ് ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യാം? തന്നിരിക്കുന്ന എക്സ്പ്രഷന് നമ്മൾ z പുറത്തെടുത്തു. അപ്പൊ എക്സ്പ്രഷൻ എന്തായി മാറി? x plus x bar y. സോ x plus x bar y എന്ന് പറയുന്ന എന്ത് ഫോമില ഉള്ളത്? a plus a bar b. a plus a bar b is equal to ഡ്യുവാലിറ്റി തിയറം ആണ്. a plus a bar b is equal to a plus b. സോ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? z into x plus y. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിംപ്ലിഫൈ ദി ബൂളിയൻ ഫംഗ്ഷൻ f of x, y, z is equal to sigma of 0, 2, 4, 5, 6. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഇതിൽ ഏത് വാല്യൂ ആണ് കിട്ടാന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന് കറസ്പോണ്ടിങ് നമ്മൾ ഇപ്പോൾ 6 വരെയാണ് നമ്പർ ഇരിക്കുന്നത്. സോ 6 എന്ന് പറയുന്നത് 110 ആണ്. 3 നമ്പേഴ്സേ ഉള്ളൂ. സോ നമുക്കൊരു 3 വേരിയബിൾ കെ മാപ്പ് വരക്കാം. x, y, z 0, 0, 0, 1, 1, 1, 1, 0. Then 0, 1. ഫസ്റ്റ് നമ്പർ എന്താ? 0. 0 മീൻസ് 0, 0, 0. ദെൻ 2 എന്ന് പറഞ്ഞാൽ 0, 1, 0. ദെൻ 4 എന്ന് പറഞ്ഞാൽ 1, 0, 0. ആൻഡ് 5, 1, 0, 1. 6, 1, 1, 0. 1, 1, 0. ഇതായിരിക്കും കെ മാപ്പ്. ദെൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ടേം കിട്ടും? നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? അതുപോലെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടി. സോ ഈ സൈഡിൽ എക്സിന് ടേം ഇല്ല, ദെൻ വൈക്കും ടേം ഇല്ല, ഇസഡ് ബാർ പ്ലസ് ഈ ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന് എന്താ വരിക? ഇവിടെ എക്സ് ഉണ്ട്, അതുപോലെ മുകളിൽ വൈ ബാർ. സോ ഇസഡ് ബാർ പ്ലസ് എക്സ് വൈ ബാർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, റൈറ്റ് ദി ഇക്വലന്റ് ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ദി ഫോളോയിങ് ലോജിക് സർക്യൂട്ട്. ഒരു ലോജിക് സർക്യൂട്ട് തന്നിട്ടുണ്ട്, ഇതിന്റെ കറസ്പോണ്ടിങ് ബൂളിയൻ എക്സ്പ്രഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എ ബി ഉണ്ട്. എ ബിനെ നാൻഡ് ഗേറ്റിൽ ചെയ്താൽ നമുക്ക് എ ബി ബാർ കിട്ടും. അതുപോലെ സി ഡി ഇൻപുട്സ്, സി ഡിനെ നാൻഡ് ചെയ്താൽ സി ഡി ഹോൾ ബാർ കിട്ടും. അതിന് നോറിലാണ് കൊടുത്തിരിക്കുന്നത്. നോർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ബി ഹോൾ ബാർ പ്ലസ് സി ഡി ഹോൾ ബാർ ഹോൾ ബാർ. ദാറ്റ് ഇസ് നോർ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഹോൾ ബാർ. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഡിമോഗൻസ് ലോ യൂസ് ചെയ്യാണ്. ഡിമോഗൻസ് ലോ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ആൻഡ് ബി ബാർ. ഇങ്ങനെ ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് ഈക്വലൻ ടു ഡബിൾ ബാർ ആണ്, അത് ക്യാൻസൽ ആയി പോവും. സോ ഇത് എ ബി ആയി മാറി. അതുപോലെ സി ഡിയുടെ ഡബിൾ ബാർ ആണ്. സോ എന്തായി മാറി? ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എ ബി സി ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓർ ഓപ്പറേഷൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത്. ഓർ ഓപ്പറേഷനെ നമുക്ക് 2 നോർ ഗേറ്റ്സ് വെച്ചിട്ടോ 3 നാൻഡ് ഗേറ്റ്സ് വെച്ചിട്ടോ അതുപോലെ 4 നാൻഡ് ഗേറ്റ്സ് വെച്ചിട്ടോ ബോത്ത് എ ആൻഡ് ബി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? സോ ഓറിനെ നമുക്ക് നോർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിനെ നോർ ഗേറ്റ് വെച്ചിട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? ഇതാണ് നോർ യൂസ് ചെയ്തിട്ട് ഓർ ഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സർക്യൂട്ട്.
സോ ഇവിടെ 2 നോർ ഗേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. അതുപോലെ നാൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഓർ ഗേറ്റിനെ എങ്ങനെ റിയലൈസ് ചെയ്യാം? ഇങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത്. എ ബി, ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയിരിക്കും. സോ ഇവിടെ നമ്മൾ 3 നാൻഡ് ഗേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. സോ ഏതാണ്? ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next one. All Boolean expression can be implemented with NAND gates only or NOR gates only. Then combinations of NAND and NOR gates, combinations of AND or gates and inverters, none of the above. Option A ആണ് കറക്റ്റ് ആൻസർ. ഒന്നെങ്കിൽ NAND gates മാത്രം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ NOR gates മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്യാം. Which of the following codes exhibit even parity? Even parity exhibit ചെയ്യുന്ന ഇതിൽ ഏത് കോഡാണ്? നമുക്ക് നമ്പർ ഓഫ് വൺസ് ഈവൻ ആയിട്ടുള്ള കോഡാണ് ഈവൻ പാരിറ്റി എക്സിബിറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്പർ ഓഫ് വൺസ് ഈവൻ ആയിട്ടുള്ള 1 2 3 4 5 6 വൺസ്. ബാക്കി എല്ലാത്തിലും ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ. ടു എൻ്റർ എ ബൈറ്റ് ഓഫ് ഡേറ്റ സീരിയലി ഇൻ ടു എ 8-bit ഷിഫ്റ്റ് രജിസ്റ്റർ ദ മസ്റ്റ് ബി. നമുക്കൊരു ബൈറ്റ് ഓഫ് ഡേറ്റേനെ 8-bit ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യണം. അപ്പം നമ്മൾ എത്ര ക്ലോക്ക് പൾസ് ആണ് യൂസ് ചെയ്യാം? എന്താണ്? 8-bit ഓഫ് ഡേറ്റയാണ് ഉള്ളത്. അപ്പം എന്താണ്? 8-bit ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. 8 ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ടാവും, 8 ബിറ്റ് ഉണ്ടാവും, 8 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാവും. അപ്പോൾ എന്താണ്? ബൈറ്റ് ഓഫ് ഡേറ്റേനെ സീരിയലി എൻ്റർ ചെയ്യണം. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ ഇപ്പോൾ ഡേറ്റാന് 11110 ബൈറ്റ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ് വരും. ഇത്രയാണ് ഡേറ്റ എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ LSB ബിറ്റ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരും. ദെൻ സെക്കൻഡ് ക്ലോക്ക് പൾസിൽ ഈ ഫസ്റ്റ് ബിറ്റിനെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് സെക്കൻഡ് ബിറ്റ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എൻ്റർ ചെയ്യും. ഇങ്ങനെ നമുക്ക് എത്ര ക്ലോക്ക് പൾസസ് വേണ്ടി വരും? ഈ ടോട്ടൽ ഡേറ്റേനെ എൻ്റർ ചെയ്യണം, 8 ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്ക് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 8 ക്ലോക്ക് പൾസസ് ആയിരിക്കും വേണ്ടി വരാം. കട്ട് ഓഫ് ഏകദേശം ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല എന്നെല്ലാവരും പറഞ്ഞത്. ഒരു 60 അത്രയൊക്കെ ആവാനാണ് ചാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മോഡുലസ് 12 കൗണ്ടർ മസ്റ്റ് ഹാവ്. ഒരു മോഡുലസ് 12 കൗണ്ടറിന് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ്, 12 ഫ്ലിപ്പ് ഫ്ലോപ്സ്, 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് സിങ്ക്രണസ് ക്ലോക്കിംഗ്. എന്താണ് മോഡുലസ് 12 കൗണ്ടർ എന്ന് പറഞ്ഞാൽ? നമുക്ക് 12 ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യാൻ പറ്റണം. 12 എന്ന് പറഞ്ഞാൽ അപ് ടു 0000 ടു 1011 11 വരെ ഇത്രയും നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കൗണ്ടർ ആണ് മോഡുലസ് 12 കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്താൽ 2⁴ 15 16 നമ്പേഴ്സ്, 16 കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ 0 to 111 ഇത്രയും നമ്പേഴ്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ദെൻ 3 ആണെങ്കിലോ നമുക്ക് 8 111 വരെ മാത്രമേ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 7 വരെ, 0 to 7 വരെ. സോ ഓപ്ഷൻ എ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. A 5-bit binary counter has a maximum modulus of. ഒരു 5-bit binary counter ആണെങ്കിൽ അതിന് എത്ര മോഡുലസ് വരെ കൗണ്ട് ചെയ്യാൻ പറ്റും? 5 ബിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 2⁵5 32 മാക്സിമം നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് 0 to 31 വരെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Calculate the average CPI when a program with the instruction mix and CPI for each instruction type given below is executed on a uniprocessor. നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിനകത്ത് കുറേ എലമെന്റ്സും തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് CPI ദാറ്റ് ഇസ് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സൈക്കിൾ പെർ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? CPIs കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ മിക്സ് ഇൻറ്റു CPI ഇതായിരിക്കും ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് എങ്ങനെ ചെയ്യാം? 1 × 0.6 പ്ലസ് 2 × 0.1 പ്ലസ് 4 × 0.1 പ്ലസ് 8 × 0.1 ഇതായിരിക്കും നമുക്ക് കാണേണ്ടത്. സോ CPI ഈസ് ഈക്വൽ ടു നമുക്ക് 2 ആയിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. നെക്സ്റ്റ് വൺ. Calculate MIPS rate in case when a benchmark program results in the execution of 2 million instructions on a 380 MHz processor with an average CPI of 2.5. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് per second.
MIPS കണ്ടുപിടിക്കുക എങ്ങനെയാണ്? MIPS കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് ഇൻസ്ട്രക്ഷൻ കൗണ്ട് ഡിവൈഡ് ബൈ എക്സിക്യൂഷൻ ടൈം ഇൻറ്റു 10⁻⁶. ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൗണ്ട് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 12 million ഇൻസ്ട്രക്ഷൻസ് ആൻഡ് എക്സിക്യൂഷൻ ടൈം നമ്മളോട് പറഞ്ഞിട്ടില്ല. ദെൻ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് റേറ്റ് ഡിവൈഡ് ബൈ CPI ഇൻറ്റു 10⁻⁶. സോ ഇവിടെ നമുക്ക് ക്ലോക്ക് റേറ്റ് തന്നിട്ടുണ്ട് 380 MHz പ്രോസസ്സർ ആണ്. സോ എത്രയാണ്? 380 ഇൻറ്റു 10⁻⁶ ഡിവൈഡ് ബൈ CPI ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2.5. ഇതിനെ നമ്മൾ ഈ ഇക്വേഷനിൽ ഒരു ഇൻറ്റു 10⁻⁶ കൂടി ഉണ്ട്. സോ ഇതിനെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഏതാ കിട്ടുക? 152 ആയിരിക്കും ആൻസർ കിട്ടുക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, calculate the effective CPI for the machine having clock rate of 200 MHz that gives the following measurement for a set of benchmark programs. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 1.92. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ 32-bit microprocessor and with a 16-bit external data bus driven by an 8 MHz input clock. Assume that this microprocessor has a bus cycle whose minimum duration equals 4 input clock cycles. What is the maximum data transfer rate across the bus that this microprocessor can sustain in bytes? Options are 4 megabytes per second, 3 megabytes per second, 2 megabytes per second and 1.5 megabytes per second. നമുക്കിവിടെ 64-bit 32-bit മൈക്രോപ്രൊസസർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 16-bit എക്സ്റ്റേണൽ ഡേറ്റ ബസും തന്നിട്ടുണ്ട്. സോ ഡേറ്റ ട്രാൻസ്ഫർ സൈക്കിൾ കണ്ടുപിടിക്കാം. ഡേറ്റ ട്രാൻസ്ഫേർഡ്, ഫസ്റ്റ് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫേർഡ് പെർ സൈക്കിൾ കണ്ടുപിടിക്കണം. അതിന് 32 ഡിവൈഡ് ബൈ 16. 32-bit മൈക്രോപ്രൊസസർ ആണ്, അതിൽ 16-bit എക്സ്റ്റേണൽ ഡേറ്റ ബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്ര ഒരു സൈക്കിളിനകത്ത് എത്ര ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും? 32/16 2 byte ഓഫ് ഡേറ്റ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ ബസിന്റെ ക്ലോക്ക് സൈക്കിൾ തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് 8 MHz. ഇനി എന്താ? മിനിമം ബസ് സൈക്കിൾ ഡ്യൂറേഷൻ കണ്ടുപിടിക്കണം. മിനിമം ബസ് സൈക്കിൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 4 ഇൻപുട്ട് ക്ലോക്ക് പൾസസ് ആണ്. ഇനി മാക്സിമം ബസ് സൈക്കിൾ റേറ്റ് കണ്ടുപിടിക്കണം. മാക്സിമം ബസ് സൈക്കിൾ റേറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ക്ലോക്ക് സൈക്കിൾ, അതിന്റെ ക്ലോക്ക് ഡിവൈഡ് ബൈ മിനിമം ഡ്യൂറേഷൻ, ഇറ്റ്സ് ഈക്വൽ ടു 2 milliseconds കിട്ടും. ദെൻ ഇതിൽ നിന്ന് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാം. ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് is equal to ഈ ബസ് സൈക്കിൾ റേറ്റ്, ഇത് നമ്മൾ ഓൾറെഡി ഇപ്പൊ കണ്ടുപിടിച്ചതാണ്. ബസ് സൈക്കിൾ റേറ്റ് ഇൻറ്റു ഡേറ്റ പെർ ട്രാൻസ്ഫർ പെർ ബസ് സൈക്കിൾ. ഇപ്പൊ എന്ത് കിട്ടും? ഫസ്റ്റത്തെ 2 ഇൻറ്റു 2 ഇൻറ്റു 10⁻⁶. മെഗാ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁶ ബൈറ്റ്സ് പെർ സെക്കൻഡ് is equal to 4 into 10⁻⁶ bytes per second. 10⁻⁶ എന്ന് പറഞ്ഞാൽ മെഗാ. സോ 4 megabytes per second ആയിരിക്കും ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, a computer has a cache, main memory and a disk used for virtual memory. What is the average time in nanoseconds required to access a referenced word on the system using the case provided in the table below? ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മെമ്മറി ആക്സസ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് കിട്ടുക. Next one, consider a machine with a byte addressable main memory of 2⁻16 bytes and block size of 8 bytes. Assume that a direct mapped cache consisting of 32 lines is used with this machine.
How is a 16-bit memory address divided into tag, line number and byte number? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 16-bit മെമ്മറി അഡ്രസ് ആണ്. അഡ്രസ്സിൽ 16 ബിറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ദെൻ അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? ടാഗ് ഉണ്ട്, അതുപോലെ ലൈൻ ഉണ്ട് ആൻഡ് ബൈറ്റ് നമ്പർ. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 32 ലൈൻസ് ആണ്. 32 ലൈൻസ് ആണ്. 32 ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ബിറ്റ്സ് വേണ്ടി വരും? 5 ബിറ്റ്സ്. അതുപോലെ ബൈറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 16. സൈസ് ഓഫ് ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 8 ബൈറ്റ് ആണ്. 8 ബൈറ്റ് ആണെങ്കിൽ 8നെ റെപ്രസെന്റ് ചെയ്യാൻ 3 ബിറ്റ്സ് വേണ്ടി വരും. 2⁻3 8 ബിറ്റ്സ്. സോ 16 is equal to tag plus 5 plus 3. അപ്പോൾ എത്ര കിട്ടും? 5 plus 3 എന്ന് പറഞ്ഞാൽ 8. 8 plus 5 plus 3 is equal to 16. So option D ആണ് correct answer. Next one, what is the disk capacity of a magnetic disk drive with 8 surfaces, 512 tracks per surface and 64 sectors per track with sector size of 1 MB? നമുക്ക് എന്താണ് ഡിസ്കിന്റെ കപ്പാസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് 8 സർഫസ് ഉണ്ട്, 512 ട്രാക്സ് പെർ സർഫസ് ഉണ്ട്, ദെൻ 64 സെക്ടേഴ്സ് ഉണ്ട് പെർ ട്രാക്ക് വിത്ത് സെക്ടർ സൈസ് 1 ആണ്. നമ്മൾ എന്താ ചെയ്യുക? എല്ലാ നമ്പേഴ്സിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിസ്ക് കപ്പാസിറ്റി കിട്ടും. സോ അത് കറക്റ്റ് 256 അല്ല, അതിനോട് അടുത്തുള്ള ഒരു നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, കൺസിഡർ a 32-bit microprocessor having 32-bit instructions composed of 2 contains the opcode and the remainder immediate operand or operand address. What is the maximum directly addressable memory capacity in bytes? 16 megabytes, 8 megabytes, 32 megabytes and 64 megabytes. 32-bit microprocessor ആണ്. അതിൽ 32-bit ഇൻസ്ട്രക്ഷൻസ് ആണ്. 2 ഫീൽഡ്സ് ഉണ്ട്. ഫസ്റ്റ് ബൈറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്? ഓപ്കോഡ് ആണ്. സോ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 32 ബിറ്റിൽ ഫസ്റ്റത്തെ 8 ബിറ്റ്സ്. അപ്പോൾ 32 മൈനസ് 8 എന്താ? ഫസ്റ്റ് ബൈറ്റ് ഓപ്കോഡ് ആണെന്ന് പറഞ്ഞു. ബാക്കി എത്ര ഉണ്ടാവും? 24. സോ 2⁻24 വരും. 2⁻24 16 മെഗാബൈറ്റ്സ് വരും. Next one, the number of 3 to 8 line decoders to construct 9 to 512 line decoder with an enabled input and without using any other logic gates. Option B ആണ് correct answer, 73. Next one, a given microprocessor has a words of 1 byte. What is the smallest and largest integer that can be represented in the ones complement representation? ഇവിടെ മൈക്രോപ്രൊസറിന് വേർഡ്സ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 ബൈറ്റിന്റെ എത്രയാണ്? ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സൈന് കാണിക്കാൻ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബൈറ്റ് യൂസ് ചെയ്യും. പിന്നെ എത്രയാ? 7 ബിറ്റ്സ് ആയിരിക്കും ബാക്കി ഉണ്ടാവുക. സോ 2⁻7 minus 20 127 to plus 127. Next one, match the following: SNMP, then simple NFS, DHCP, POP. Next side തന്നിരിക്കുന്ന host configuration, mail transfer, network management, name system and file sharing. SNMP എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. സോ നെറ്റ്വർക്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താ? NFS എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം. നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയൽ ഷെയറിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ DHCP മീൻസ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. സോ ഹോസ്റ്റ് കോൺഫിഗറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ POP എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആണ്. അത് മെയിൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ 1 is C, 2 is E and 3 A, അതുപോലെ 4 B. സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, സ്നോട്ട് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ? ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആണോ? സെക്യൂരിറ്റി ഓഡിറ്റിംഗ് സിസ്റ്റം ആണോ? എൻക്രിപ്ഷൻ സിസ്റ്റം ആണോ? സ്നോട്ട് എന്ന് പറയുന്ന ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആണ്. അടുത്തത്, ബാൻഡ്വിഡ്ത്ത് ഫോർ എ സിഗ്നൽ ട്രാൻസ്മിറ്റിംഗ് അറ്റ് 12 Mbps for QPSK is dash. The value of D is 0, 2 MHz, 4 MHz, 6 MHz and 8 MHz. QPSK 12 Mbps
പകുതി ആയിരിക്കും വരിക ബാൻഡ്വിഡ്ത്ത്, ദാറ്റ് ഈസ് 6 MHz. In AVR microcontroller, H flag is set to 1 if H flag എന്ന് പറയുന്നത് എന്താണ്? H flag is half carry flag ആണ്. സോ ഹാഫ് ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? D3 ബിറ്റിന് D4 ബിറ്റിലേക്ക് ഒരു ക്യാരി ഉണ്ടെങ്കിൽ അപ്പോഴായിരിക്കും H flag സെറ്റ് ചെയ്യുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ടോപ്പോളജി ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഡിസ്ക്രൈബിംഗ് ദി ജോമെട്രിക് അറേഞ്ച്മെന്റ് ഓഫ് കമ്പോണൻസ് ദാറ്റ് മേക്ക് അപ്പ് ദി ലാൻ. എന്താണ്? ഡിസ്ക്രൈബിംഗ് ദി ജോമെട്രിക് അറേഞ്ച്മെന്റ്. ജോമെട്രിക് അറേഞ്ച്മെന്റ് എവിടെയായിരിക്കും? ഫിസിക്കൽ ലെയറിലായിരിക്കും ഉണ്ടാവുക. The access control policy in which an entity may be granted access rights that allow the entity by its own violation to enable another entity to access some resources. Discretionary access control ആണോ, mandatory access control ആണോ, role based access control ആണോ, reliable access control ആണോ? ഓപ്ഷൻ എ discretionary access control ആണ് correct answer. Next one, in 8086 microprocessor, if DS is equal to 1111H and SI is equal to 0500H and BP is equal to 5010H and CX is equal to 0000H, the address accessed by the instruction move CX, BP plus SI is എന്താണ് നമ്മളോട് ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ ആക്സസ് ചെയ്യുന്ന അഡ്രസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ അഡ്രസ് എങ്ങനെയാ കാണുക? ഈ ഒരു ഡേറ്റ സെഗ്മെന്റിലുള്ള വാല്യൂ എന്താണോ അതിനെ ഡേറ്റ സെഗ്മെന്റ് ഇൻറ്റു 10 പ്ലസ് ഈ ബി പിയുടെ കണ്ടന്റ് എന്താണോ അത് പ്ലസ് എസ് ഐയിലെ കണ്ടന്റ്, ഇങ്ങനെ ആയിരിക്കും നമ്മൾ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. സോ ഡി എസിൽ എന്തായിരിക്കുന്നത്? 1111, അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 11110 കിട്ടും. ദെൻ ബി പിയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് 5010 ആൻഡ് സി എക്സിലെ കണ്ടന്റ് എന്ന് പറയുന്നത്, സോറി സി എക്സ് അല്ല എസ് ഐ, എന്താണ് ഡി എസ് എന്ന് പറയുന്നത് 1111 ഇൻറ്റു 10 ചെയ്യുമ്പോൾ ഒരു 0 വരും. ദെൻ എസ് ഐയിലെ കണ്ടന്റ് 0500 ആൻഡ് ബി പിയിലെ കണ്ടന്റ് എന്ന് പറയുന്നത് 5010. സോ ഇതിനെ മൂന്നിനെയും കൂടി ആഡ് ചെയ്യും. 02661. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, മിനിമം ആൻഡ് മാക്സിമം ഫ്രെയിം ലെങ്ത് ഓഫ് IEEE 802 LAN in bytes. 46 and 1500, 32 and 1024, 32 and 1518, 64 and 1518. IEEE LANന്റെ മാക്സിമം ആൻഡ് മിനിമം ഫ്രെയിം ലെങ്ത് എന്ന് പറയുന്നത് 64 and 1518. നെക്സ്റ്റ് വൺ, ദി ADC ഓഫ് AVR ഹാസ് DAT ബിറ്റ് റെസൊല്യൂഷൻ. AVRന്റെ ADCക്ക് എത്ര ബിറ്റ് റെസൊല്യൂഷൻ ഉണ്ട്? ഓപ്ഷൻ ബി 10 ആണ് കറക്റ്റ് ആൻസർ. An organization is granted address block 2.5.16.37.39 divided by 28 bar 28 n equal to 28. Find the first address, last address and number of addresses in the block. Option A ആണ് correct answer. Next one, the type of firewall that examines packet data and keeps track of information about TCP connections. Packet filter, stateful inspection, proxy and message digest. Stateful inspection ആണ് correct answer. പാക്കറ്റ് ഡേറ്റയും അതുപോലെ ഇൻഫർമേഷൻ അബൌട്ട് TCP കണക്ഷനെ എല്ലാം കീപ് ട്രാക്ക് ചെയ്യുന്നത് ഫയർവാളിന്റെ സ്റ്റേറ്റ്ഫുൾ ഇൻസ്പെക്ഷൻ ആണ്. ഷെൽ സ്ക്രിപ്റ്റ് കമാൻഡ് ടു മൾട്ടിപ്ലൈ 2 numbers, number 1 and number 2. നമുക്ക് 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം, number 1ഉം number 2. അതിന് വേണ്ടിയിട്ടുള്ള ഷെൽ സ്ക്രിപ്റ്റ് കമാൻഡ് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? വേരിയബിൾ നെയിം ഇസ് ഈക്വൽ ടു EXPR, ഒരു സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ EXPR, ദെൻ ഡോളർ ഫസ്റ്റ് വേരിയബിൾ നെയിം സ്ലാഷ് സ്റ്റാർ സെക്കൻഡ് വേരിയബിൾ നെയിം. ഇതാണ് മൾട്ടിപ്ലൈ, 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സിൻടാക്സ്. Next one, timer 0 acts as a counter if the CS02 to CS00 are 110 or 111, then the CS02 to CS00 are 000, the COM00 to COM01 are 00, and the WGM01, WGM00 are 00 or 11. Option A ആണ് correct answer. CS02 to CS00 are 110 or 111. Next one, at the center side the data is given as 110 11 111. If checksum error detection method segment size equal to 4 bits is used, then the data to be transmitted becomes
എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ചെക്സം എറർ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സെഗ്മെന്റ് സൈസ് എന്ന് പറഞ്ഞാൽ 4 ബിറ്റ് ആണ്. സോ ഈ ഡേറ്റനെ നമ്മൾ 4 ബിറ്റ് ആക്കിയിട്ട് മാറ്റും. 1111. ദെൻ ചെക്സം എറർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? ആദ്യം ഈ രണ്ട് ഡേറ്റനെ നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 1 + 1 0 1 + 1 0 സോറി 1 + 1 0 with the carry 1 1 0 with the carry 1 1 + 1 + 1 1 and with the carry 1 1 + 1 + 1 1 നമ്പർ എന്തായി മാറി? 1 1 0 0 ആയി മാറി. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? ഈ ഒരു ക്യാരിയും കൂടി നമ്മൾ ഇതിനോട് ആഡ് ചെയ്തു. ലാസ്റ്റ് ഒരു ക്യാരി ഉണ്ടായിരുന്നു, അതിനെ ആഡ് ചെയ്താൽ 1 1 0 1 ആയി മാറി. ദെൻ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കും. ആ ബിറ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു ഡേറ്റേന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് ചെയ്താൽ എന്ത് കിട്ടും? 0 0 1 0. ദെൻ നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് 1 1 0 1 1 1 1 1. അതിന്റെ കൂടെ 0 0 1 0 കൂടി ആഡ് ചെയ്ത് കൊടുത്തു. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താ നമ്മൾ ചെയ്തത്? രണ്ട് സെഗ്മെന്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. 4 ബിറ്റ്സ് ഉള്ള ആ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ക്യാരി കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ബിറ്റ്സിനെ നമ്മൾ വൺസ് കോംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെയായിരിക്കും നമ്മൾ ചെക്സം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ചെക്സം കൂടി നമ്മൾ ഡേറ്റയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് വൺ, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ട്രയഡ് ഇൻക്ലൂഡ്സ്. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ട്രയഡ് എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. Multi-streaming and multi-homing are allowed in Dash protocol, TCP, UDP, IP and SCTP. SCTP പ്രോട്ടോക്കോളിനകത്താണ് മൾട്ടി സ്ട്രീമിങ്ങും അതുപോലെ തന്നെ മൾട്ടി ഹോമിങ്ങും ഉള്ളത്. നെക്സ്റ്റ് വൺ, ദി രജിസ്റ്റർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഹാൻഡ്ലിംഗ് ഓൾ ദി എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഇൻ AVR. AVRനകത്ത് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാണ്? GICR ആണ് കറക്റ്റ് ആൻസർ. Linux command to display the owner of the processes along with the processes. നമുക്ക് എല്ലാ പ്രോസസ്സിന്റെ ഓണറും വേണം, അതുപോലെ തന്നെ പ്രോസസ്സസും ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? PS OX ആണ്. പ്രോസസ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കിട്ടും. സോ ഓണറും അതുപോലെ തന്നെ പ്രോസസ്സസും എല്ലാം നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരും. നെക്സ്റ്റ് വൺ, എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ക്യാൻ റൺ ഇൻഡിപെൻഡന്റ്ലി ആൻഡ് സ്പ്രെഡ് എ ഫുള്ളി ഫങ്ഷണൽ കോപ്പി ഓഫ് ഇറ്റ് സെൽഫ് ടു അതർ ഹോസ്റ്റ് on a network, typically through software flows in the target system. Worm, virus, backdoor, spyware. Option A, worm ആണ് correct answer. Next one, using RSA algorithm, find the value of publicly if the plain text m equal to 5, p equal to 3, q equal to 11 and d equal to 7. Option A, 333 ആണ് correct answer. LDS instruction loads data from memory location to the specified register and LDS എന്ന് പറയുന്നത് എന്താ? ലോഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ലോഡ് ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യാം? അവിടെ ഏതാണോ LDS, നമ്മളൊരു ഏതെങ്കിലും ഒരു രജിസ്റ്റർ AXO എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറി ലൊക്കേഷനിലുള്ള ഡേറ്റേനെ AXലേക്ക് സ്റ്റോർ ചെയ്യും. അത് കൂടാതെ എവിടെ കൂടി സ്റ്റോർ ചെയ്യും? ഡേറ്റ സെഗ്മെന്റിലേക്ക് കൂടി സെയിം ഡേറ്റ വരും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, HTLC ഡാഷ് കണ്ടെയ്ൻസ് സിസ്റ്റം മാനേജ്മെന്റ് ഇൻഫർമേഷൻ. HTLCയുടെ ഏത് ഫ്രെയിം ആണ് സിസ്റ്റം മാനേജ്മെന്റ് ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, യു ഫ്രെയിം ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദി ഹാഷ്ഡ് പാസ്വേർഡ്സ് ആർ സ്റ്റോർഡ് സെപ്പറേറ്റ്ലി ഫ്രം ദി യൂസർ IDs ഇൻ എ ഫയൽ നോൺ ആസ്. ഹാഷ്ഡ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്വേഡിനെ നമ്മൾ ഹാഷ് ചെയ്തിട്ട് ചെറിയൊരു കുറച്ച് ബിറ്റ്സ് ഉള്ള ഒരു സ്ട്രിങ് ആക്കിയിട്ട് മാറ്റുകയാണ്. ഇതിനെ സ്റ്റോർ ചെയ്യുന്നത് ഇതിൽ ഏത് ഫയലാണ്? ഹാഷ്ഡ് പാസ്വേഡ് ഫയൽ, സിമ്പിൾ ടേബിൾ ഫയൽ, ഷാഡോ പാസ്വേഡ് ഫയൽ ആൻഡ് ഓതന്റിക്കേഷൻ ഫയൽ. നമ്മൾ ഷാഡോ പാസ്വേഡ് ഫയലിനകത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇൻ എ ഫൈബർ ഓപ്റ്റിക് കേബിൾ, സിഗ്നൽ ഈസ് പ്രൊപ്പഗേറ്റഡ് അലോങ് ദി ഇന്നർ കോർ ബൈ മോഡുലേഷൻ, ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ. ഫൈബർ ഓപ്റ്റിക് കേബിളിനകത്ത് നമ്മൾ സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? റിഫ്ലക്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ എന്താണ് ലൈറ്റ് ആണ് കടത്തിവിടുന്നത്. സോ റിഫ്ലക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. AVR instruction CBI port B1. Clear the port B register, clear the first bit of port B register, set the port B register and set the first bit of port B register. ഇത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ക്ലിയർ B register. port B registerലെ ഫസ്റ്റ് ബിറ്റ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദി നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ഇൻ 8086. 8086ലെ നോൺ
മാസ്കബിൾ ഇൻട്രപ്റ്റ് ഏതാണ്? ITR, ബ്രേക്ക് പോയിന്റ്, ട്രാപ്പ്, ഓഫ്ലോ. നമുക്ക് ട്രാപ്പ് ആണ് കറക്റ്റ് ആൻസർ. ട്രാപ്പ് ആണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. Attack the ability of a network server to respond to TCP connection requests by offloading the tables used to manage such connections. Code spoofing attack ആണോ, SYN flooding attack ആണോ, masquerade attack ആണോ, and SYN spoofing attack ആണോ? Option D, SYN spoofing attack ആണ് correct answer. Next one, an analog signal has a bit rate of 8000 bps and baud rate of 1000 baud. How many data elements are carried by each signal element? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 8000ഉം അതുപോലെ ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് 1000 ബോർഡ്സും ആണ്. സോ അവിടെ ഓരോ സിഗ്നലിനകത്തും എത്ര എലമെന്റ്സ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് ബിറ്റ്സ് ആണ് ബോർഡ്. സോ ബിറ്റ് റേറ്റ് ഡിവൈഡ് ബൈ ബോർഡ് റേറ്റ് ചെയ്തതിനാൽ ഒരു സിഗ്നൽ എലമെന്റിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് കിട്ടും. സോ 8 ബിറ്റ്സ് പെർ ബോർഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next one, the bus interface unit of 8086 microprocessor prefetches the instruction and stores in bus interface unit. 8086 ന്റെ bus interface unit ഇൻസ്ട്രക്ഷനെ പ്രീഫെച്ച് ചെയ്തിട്ട് എവിടെയാ സ്റ്റോർ ചെയ്യുക? ഒരു ക്യൂക്കകത്തായിരിക്കും സ്റ്റോർ ചെയ്യുക. ദെൻ ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ക്യൂവിനകത്തുനിന്നായിരിക്കും നമ്മൾ എടുക്കുക. Next one, the instruction move AX, content of BX is an example of. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? മൂവ് AX, കണ്ടന്റ് ഓഫ് BX. BX രജിസ്റ്ററിനകത്തുള്ള കണ്ടന്റ് അത് എന്തായിരിക്കും? അതൊരു മെമ്മറി അഡ്രസ് ആയിരിക്കും. ആ ഒരു മെമ്മറി അഡ്രസ്സിലുള്ള ഡേറ്റയാണ് AXലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ആൻഡ് രജിസ്റ്റർ ഇൻഡിറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇത് ഏത് ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡാണ്? രജിസ്റ്റർ ഇൻഡിറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. സോ എല്ലാവരും എല്ലാം നോക്കിയെന്ന് വിചാരിക്കുന്നു. എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.